ഒരു ശില്പത്തെ യന്ത്ര സംവിധാനത്താൽ പൊളിച്ചു മാറ്റുന്ന ഒരു ദൃശ്യം ഈ അടുത്ത നാളുകളായി സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റിതര ദൃശ്യമാധ്യമങ്ങളിലും നാം കാണുന്നു. സാംസ്കാരിക സമ്പന്നമെന്നും സാക്ഷരത സമ്പന്നമെന്നും നാം കൊട്ടിഘോഷിക്കുന്ന കേരളത്തിലെ ധീര വിപ്ലവ സമരങ്ങൾക്ക് സാക്ഷിയായ ആലപ്പുഴ ജില്ലയിലാണ് ഇത് സംഭവിച്ചത് എന്നറിയുമ്പോഴാണ് നാം ഏറെ ഭയപ്പെടുന്നത്. ചരിത്രം പരിശോധിച്ചാൽ നിരവധി ചെറുതും വലുതുമായ ശില്പങ്ങളും നിർമ്മിതികളും കെട്ടിടങ്ങളും കൊട്ടാരങ്ങളും തച്ച് തകർക്കപ്പെട്ടിട്ടുള്ളതായി നമുക്കറിയാൻ കഴിയും. ഫാസിസവും അരാജകത്വവും വംശീയ അതിക്രമങ്ങളും ദൃശ്യപരമായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. കേരളത്തിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ലയിൽ വികസനത്തിന്റെ മുഖംമൂടി അണിഞ്ഞാണ് ഇത്തരക്കാരത്തി നീചമായ ഈ പ്രവർത്തിക്ക് കളമൊരുക്കിയത്. മതിയായ യന്ത്ര സംവിധാനങ്ങളും ധാരാളം സാങ്കേതിക വിദഗ്ധരും നമ്മുടെ രാജ്യത്ത് ലഭ്യമുള്ളപ്പോൾ ഇതൊരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തിയല്ല. അർഹതപ്പെട്ടവരെ പിന്നിലാക്കി കലയെ ദുരുപയോഗം ചെയ്യുന്ന, കലയെ സാധാരണക്കാരിൽ നിന്ന് അകറ്റി നിർത്തുന്ന, സാധാരണക്കാർക്ക് മനസ്സിലാകാത്ത കലയെ സൃഷ്ടിക്കുന്ന കപട കലാകാരന്മാരും കപട കലാവിമർശകരും ധാരാളമുള്ള ഈ നാട്ടിൽ, അവർ പട്ടും വളയും വാങ്ങി സൂര്യവ്യവഹാരം നടത്തുന്ന ഈ നാട്ടിൽ ഇതും ഇതിലപ്പുറവും സംഭവിക്കും. ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ ജനങ്ങൾ അവരുടെ അവകാശങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുക എന്നുള്ളത് മാത്രമാണ് എവിടെയും ഇത്തരം നീച പ്രവർത്തികൾ സംഭവിക്കാതിരിക്കാനുള്ള ഏക മാർഗം. ഈ പ്രവർത്തികൾ ലോക ജനത കാണുകയും കേരളത്തെ, ഇന്ത്യയെ വിലയിരുത്തുകയും ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.